ഓൾ ഇന്ത്യ റാങ്ക് 122 നേടിയ ഇന്ദുജിയാണ് ഇപ്പൊ നമ്മളോടുള്ളത്. അപ്പൊ ഇന്ദുജിക്ക് ഒരു സ്പെഷ്യലായിട്ട് പറയാനുള്ള, ഇന്ദുജിക്ക് കോളേജിൽ നിന്ന് പഠിച്ചപ്പോൾ സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടെ നല്ല ഫൗണ്ടേഷൻ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഹയർ സ്റ്റഡീസ് വളരെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ആളാണ്. അപ്പം ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ചെയ്ത് തന്നെ ഗേറ്റ് പഠിക്കണം എന്നൊരു പ്ലാനിലാണ് വന്നത്. ശരിയല്ല, അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ആ ഉദ്ദേശം എല്ലാം ശരിക്കും വർക്കൗട്ടായോ, അതോ ഗേറ്റ് പഠിക്കുമ്പോൾ സ്ട്രാറ്റജൈസ് ചെയ്ത് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചതിന്റെ ഫലമായിട്ട് ചില സബ്ജക്റ്റ് എങ്കിലും വീക്ക് പോയിന്റ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ ഈ സ്ട്രാറ്റജി കൊണ്ട് ഇന്ദുജി വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നോ? അതായത് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടുകയാണോ ചെയ്തത്, അതോ സെലക്റ്റീവ് ആയിട്ടാണോ പഠിച്ചത്? ആക്ച്വലി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പോ എന്റെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ കൂടെ പഠിക്കുന്ന ആൾക്കാർ പലരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഈ ഫീൽഡിലേക്ക് എക്സ്പോസ്ഡ് ആണ്. അങ്ങനെ ഒരു ബേസിക്സ് കിട്ടാത്തതിന്റെ പേരിൽ എനിക്ക് കുറച്ച് സഫർ ചെയ്തു. എനിക്ക് ആക്ച്വലി മുന്നോട്ട് ഹയർ സ്റ്റഡീസ് ആ ഒരു രീതിയിൽ അന്നില്ല. ഞാൻ ഒരു ബേസ് എപ്പോഴെങ്കിലും നേടണമെന്നൊരു ഉള്ളിൽ നിന്നൊരു വാശി ഉണ്ടായിരുന്നു. അതിപ്പോ നേടിയോ? ഇപ്പോ എനിക്ക് എംസിഗ്മയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആണ് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സീറോ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എംസിഗ്മയിൽ ജോയിൻ ചെയ്തതിനു ശേഷം. അതെ, ഇപ്പൊ ഞാൻ ഈസിയാണ് എടുത്തത്. അപ്പൊ എനിക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സ് ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അന്നെന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ എല്ലാ സബ്ജക്ട്സിന്റെ കേസിൽ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് ജൂനിയേഴ്സ് അവർക്കും ഉണ്ടാവും ഒരുപാട് ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്, അവർ ഏറ്റവും പേടിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരോടൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ മെസ്സേജ് ആണ് അല്ലെ. എത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ബിടെക് ഒരു സബ്ജക്ട് തോന്നിയാലും അതിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പഠിക്കേണ്ട രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് അതിന്റെയൊക്കെ മേളിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് ആണ് ജൂനിയേഴ്സിന് കൊടുക്കാനുള്ളത്. ശരിയല്ലേ? ഇതൊരു ഐഡിയ ഉണ്ട് അതിലൂടെ. എനിക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം ഒരു ഐഡിയ ഉണ്ടല്ലേ. എനിക്കിങ്ങനെ സ്കാറ്റർ ചെയ്ത് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എനിക്കെല്ലാം വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, ഒരു കണക്ഷൻ കിട്ടണം. അപ്പൊ അത് ഞാൻ ഒത്തിരി സ്റ്റഡി ചെയ്തിരുന്നു കോളേജിൽ പഠിക്കുന്ന സ്റ്റേജ്. അപ്പം എന്റെ ജോയിൻ ചെയ്ത ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബേസിക്സ് എന്നുള്ള കാര്യങ്ങൾ നന്നായി കണക്ട് ചെയ്തുള്ള രീതിയിലും വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലും ഒക്കെ പഠിക്കാൻ പറ്റിയിരിക്കും. അതില് ഞാൻ ഓൾറെഡി മുന്നോട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യണം. പിന്നെ എനിക്ക് PhD നോക്കണം എന്നാണ്. PhD ജോലി കിട്ടിയതിനു ശേഷം സംസാരിച്ച് വന്നപ്പോ എനിക്ക് തോന്നി കൂടുതൽ പഠിക്കാൻ ഒരു ആഗ്രഹം, നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ മേളിൽ ഒരുപാട് ബിൽഡ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പൊ PhD ആഗ്രഹമുണ്ട്. ഇതേ ഗേറ്റ് സ്കോർ യൂസ് ചെയ്തിട്ട് ഭാവിയിൽ PhD-ക്ക് ഇന്റർവ്യൂ പങ്കെടുക്കുക, IIMTസിലും വളരെ നല്ല യൂണിവേഴ്സിറ്റീസിൽ കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാ ആശംസകളും ബെസ്റ്റ് വിഷസ്.